എൻ്റെ പേര് മനോജ് പൊറ്റക്കാട്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 60 വയസ്സായി. പക്ഷേ ഞാനത് വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയി പോകുന്നത്. ഞാൻ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ സംസ്കാരത്തിലും ആരോഗ്യ അച്ചടക്കത്തിലും ജീവിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ജിമ്മ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷത്തെ ആം റെസ്ലിംഗ് ഞങ്ങളുടെ നാഷണൽ ചാമ്പ്യനാണ് ഞാൻ. മാസ്റ്റേഴ്സ്, അൾട്രാ മാസ്റ്റേഴ്സ് 50 തൊട്ട് 60 വയസ്സ് വരെയുള്ളതിൽ ഗോവയിൽ ചെയ്യുന്ന മത്സരം ഒരു ഗോൾഡ് മെഡലും ഒരു സിൽവർ മെഡലും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ആരോഗ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം, ഹെൽത്ത് ഈസ് ബ്യൂട്ടി, ഹാപ്പിനെസ് ഈസ് ബ്യൂട്ടി. ആരോഗ്യം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേരിടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എല്ലാതിൻ്റെയും ആകത്തുക ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ഇഫ് യു ലോസ്റ്റ് യുവർ ഹെൽത്ത്, ലോസ്റ്റ് യുവർ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റുള്ള സാധാരണക്കാരുടെ ഇടയിലേക്കും അതേപോലെ യങ് ജനറേഷൻ്റെ ഇടയിലേക്കും ആരോഗ്യ സംസ്കാരം, ആരോഗ്യ അച്ചടക്കവും പ്രചരിപ്പിക്കുക തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് ഞാൻ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ FI ഈവൻസിനും ലാലുബായിക്കും ആ ഗ്രൂപ്പിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു മിമിക്രിയാണ്. അനശ്വരനായ നടൻ ജയൻ 44 വർഷമായി മരിച്ചുപോയി. ലോകത്തൊരു നടനും കിട്ടാത്ത ഒരു അംഗീകാരമാണ് ജയന് കിട്ടിയിട്ടുള്ളത്. കോളിലൊക്കെ എന്ന സിനിമയില് ജയൻ ഒരു ഡയലോഗ് പറയുന്നത്, കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടമുള്ള സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ചോരപ്പെടും, ഏറ്റവും കളിച്ചു വരാതെ പിന്നെ രക്ഷപ്പെടുമെന്ന് വിധരിക്കട്ട. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ഉമ്മർ എന്ന് പറഞ്ഞാൽ പണ്ട് നടികൾക്കൊക്കെ പേടിയാവും. ഉമ്മക്ക് വരണമെന്ന് ഓടുവായി, ഒരു പാവ മനുഷ്യനായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായത്, ഞാനൊരു ഞാൻ നിനക്ക് മാല മേടിച്ചത്, സാരി മേടിച്ചത്, സഹകരിക്കാനല്ല ഭാവമെങ്കിൽ നിന്നെ ഞാൻ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. കാരണം കഴിഞ്ഞാല് ഞാൻ ഉമ്മർ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ ഡീക്വാളിഫിക്കേഷൻ ചെയ്യും. അതുകൊണ്ട് പറഞ്ഞാൽ ഉമ്മർ പറഞ്ഞ ഡയലോഗ് ബാബു അറിയാൻ പറ്റും, ബാബു സാറിന് അറിയാൻ പറ്റും. ആ ഡയലോഗ് ഞാൻ മനഃപൂർവ്വം പറയാനാണ്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ. ഇനി ബാലേന്ദ്രനോട് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ബാലേന്ദ്രനെ എനിക്ക് എഴുതിച്ചിട്ടത്, ബാലേന്ദ്രനോട് എപ്പോഴും തലയ്ക്ക് ഒരു ആട്ടം, ഒരു കെട്ട് കിട്ടും. അപ്പൊ പണ്ട് ബാലേന്ദ്രനോടിന്റെ ഷോപ്പിനോട് പറഞ്ഞു, എന്റെ കൂട്ടാ അന്ന് തക്കാളിക്ക് 10 രൂപ, എന്ന് തക്കാളിക്ക് 100 രൂപ. എന്റെ കൂട്ടനല്ലേ കൂട്ടാ, ഒന്നും പേടിക്കണ്ട. അടുത്ത എന്റെ മനുഷ്യത്വത്തായുള്ള ലാലേട്ടൻ എന്റെ ഫാനാണ്, ജയനും എന്റെ ഫാനായിരുന്നു. അതുകൊണ്ട് ജയന് ആരാധിക്കുന്നതുകൊണ്ടാണ് ഇത്ര നല്ല ശരീരം ഞാൻ കൊണ്ടു നടക്കുന്നത്. എന്റെ കാരണം തന്നെ അതാണ്. അങ്കണമ മൗലി മണി തിങ്കളാസ്യേ ചാരുശീലേ മകവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസര മൊഴികൾ നൽകി ദേവി, മാണിക്യവാസര മൊഴികൾ നൽകി ദേവി, ഇളങ്കോവണികളിൽ ചിലമ്പു നൽകി അഭിഷേകമായെന്റെ ശൃംഗാരരാവിധം പഴമൊഴി കൊഞ്ചലിൻ ചോദയായി. അങ്കണമ മൗലി മണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസര മൊഴികൾ നൽകി ദേവി, മാണിക്യവാ